Hey, my dear friends, welcome to the sessions of the CA Intermediate Paper Number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AS1 Disclosure of Accounting Policies. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4, ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. യെസ്, ഈ കഥ നടക്കുന്നത് XYZ എന്ന് പറയുന്ന കമ്പനിയിലാണ്. കമ്പനിക്ക് എന്താണ്, ഫിനാൻഷ്യൽ സർവീസസ് ആണ് ചെയ്യുന്നത്. കമ്പനി ഇപ്പോൾ പ്രശ്നം പറ്റിയിരിക്കുന്നത് അവരുടെ അസറ്റ്സ് എല്ലാം ബ്ലോക്ക്ഡ് ആണ്. വേരിയസ് കേസസ് ആൻഡ് ക്ലെയിംസ് എവിടെയാണ്, സ്പെഷ്യൽ കോർട്ടിൽ നടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിനായിട്ട് കമ്പനി എന്ത് ചെയ്തു, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് കമ്പനി എന്ത് ചെയ്തു, അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ടുകൾ പേ ചെയ്യുന്നത് ഡ്യൂ ഡേറ്റിന് ആൻഡ് ദ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റിന് ഇടയിലുള്ള ആ ഒരു പീരീഡിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, പ്രൊവിഷനാക്കി മാറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ സർ, ഇവർ ക്യാഷ് ബേസിലാണ് ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്ന് അർത്ഥം. പ്രത്യേകിച്ച് അവരുടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആയിട്ടുള്ള ആ ഒരു എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റിന് അവർ എക്സ്പെൻസ് ആയിട്ട് P&L ബുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടില്ല, മേക്ക് ചെയ്തിട്ടില്ല. അതിന് പകരം ഇവരെന്ത് ചെയ്തത്, അവർ നോട്ട്സ് ടു അക്കൗണ്ട്സിനകത്ത് ഒരു നോട്ട് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട്. ഇങ്ങനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്തുകൊണ്ട് കാണിച്ചിട്ടില്ല, നമ്മളുടെ അൺസർട്ടനിറ്റീസ് എക്സിസ്റ്റിംഗ് റിഗാർഡിങ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എമൗണ്ടിൻ്റെ ആ ഒരു അൺസർട്ടനിറ്റി, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. നമുക്ക് എന്തില്ല, ഒരു സ്പെഷ്യൽ ഒബ്ലിഗേഷൻ ഒന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ കഥയൊക്കെ ചേർത്തിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സിനകത്ത് എഴുതി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യം ചെയ്യാണ്, എന്നിട്ട് പോയിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സിനകത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ലയബിലിറ്റി ആയി ബുക്ക് ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രൊവിഷൻ കറക്റ്റായിട്ട് മേക്ക് ചെയ്യണം. അത് മെറ്റീരിയൽ ആണെങ്കിൽ ഡിസ്ക്ലോസും ചെയ്യണം. ഇനി ക്ലെയിംസ് എഗനിസ്റ്റ് കമ്പനി നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഡിസ്ക്ലോഷർ മേക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, ഇതാണ് പ്രശ്നം. ഈ ട്രീറ്റ്മെൻറ്റ് കമ്പനിയുടെ കറക്റ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കുമ്പോഴേ അറിയാം. യെസ്, കമ്പനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ലയബിലിറ്റി ഉണ്ട്, അക്രൂവൽ കൺസെപ്റ്റ് വരുന്നുണ്ട്, പ്രൂഡൻസ് കൺസെപ്റ്റ് വരുന്നുണ്ട്, ആൻറ്റിസിപ്പേറ്റ് പോസിബിൾ ലോസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ലോസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അക്രൂവലിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പീരീഡിലുള്ള അക്രൂ ആയിട്ടുള്ള ആ ഇൻട്രസ്റ്റ് എക്സ്പെൻസിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രൊവിഷൻ മേക്ക് ചെയ്തിട്ടില്ല. യെസ്, നിങ്ങളുടെ ഒബ്ലിഗേഷനാണ്, കാര്യങ്ങളാണ്. ആൻസറിലേക്ക് പോയാൽ സെയിം അക്രൂവൽ എടുത്തിട്ടില്ല, പ്രൂഡൻസ് കൺസെപ്റ്റും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല. അക്രൂവൽ ആൻഡ് പ്രൂഡൻസ് കൺസെപ്റ്റുകൾ ഫോളോ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഡൺ ബൈ ദ കമ്പനി എന്താണ് അത് ശരിയല്ല, അത് കറക്റ്റ് അല്ല. ഓക്കെ ആണോ, മനസ്സിലായോ? രണ്ട് കാര്യം ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ P&L-നകത്ത് ഈ പ്രൊവിഷൻ എന്ത് ചെയ്യുക, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. യെസ്, അങ്ങനെ നമ്മുടെ ലയബിലിറ്റീസിനെ ബുക്ക് ചെയ്യുക. നമ്മൾ രണ്ട് കാര്യങ്ങൾ, അക്രൂവൽ കൺസെപ്റ്റ്, പ്രൂഡൻസ് കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതാണ് കഥ.